ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നല്ല ചോക്ലേറ്റ് റിച്ച് ആയിട്ടുള്ള ബ്രൗണി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 40 ഗ്രാം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ബട്ടറും ചോക്ലേറ്റും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചോക്ലേറ്റ് എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, എങ്കിലേ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇത് മെൽറ്റായി കിട്ടുള്ളൂ. നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ മിക്സ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ച് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സ്ചറൊക്കെ നല്ലപോലെ ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മെൽറ്റഡ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാറ്റുല വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മാത്രമായിട്ട് ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്താൽ മതിയാകും. അതായത് ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ ഒറ്റയടിക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു ബൗളിൽ ഇതേപോലെ അരിച്ചെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്ത് ചേർത്താലും മതി. ഇനി നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. നമ്മൾ വീഡിയോ കാണുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് സ്ലോയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടിരിക്കുന്നതാണ്. ഇതായിപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ ബാറ്ററിന് ഉണ്ടാവുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെ ആയിരിക്കും. ഇനി കുറച്ചും കൂടി റിച്ച് ആക്കാനായിട്ട് നമുക്കിതിലേക്ക് ബദാമും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോൾട്ടഡ് ബദാമും കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ബദാമും കാഷ്യൂനട്ടും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുത്താണ്. ഇതപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിയുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ട്രേയിലും ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രൗണിയുടെ ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബട്ടർ പേപ്പർ എക്സസ് ആയിട്ട് 2 സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രൗണി എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചങ്ക്സ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസസ് ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റിച്ച് ചോക്ലേറ്റ് ബ്രൗണിയുടെ ഹാഫ് പോർഷൻ നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ് നമ്മൾ ഈ ബ്രൗണി റെഡിയാക്കി എടുക്കുന്നത്. വേണ്ടി പഴയൊരു ചീനച്ചട്ടി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് നമ്മുടെ ബ്രൗണിയുടെ ട്രേ വെച്ച് കൊടുക്കാം. ഏകദേശം 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 20 മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിലും വെച്ചാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതായിപ്പോൾ നമ്മുടെ ബ്രൗണിയൊക്കെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ വെച്ച് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. പകരം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും ഇതേപോലെ ചേർക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.